ഫ്രണ്ട്സ്, ഞാനൊരു ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ചക്കക്കുരു കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുങ്ങാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് വെച്ചിന്. ഇനി കുക്കർ അടച്ച് ഒരു വിസിലടുപ്പിക്കണം. ചക്കക്കുരു ഒരു വിസിലടിച്ചതിന് ശേഷം പ്രഷർ പോയതിന് ശേഷം തുറന്നു. ഇനി അതിനൊരു പശിമ ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. കൈക്കൊരു വഴുപ്പുണ്ടാകുന്നതിന് വേണ്ടിയാണ്, വഴുക്കലുണ്ടാകുന്നത് കുറയാൻ വേണ്ടിയാണ് പച്ചവെള്ളം ഒഴിക്കുന്നത്. ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് മാറ്റി കൊടുത്തു. ഇത് ശരിക്കും ഇതിൻ്റെ ചുണങ്ങ് മേലത്തെ ഇത് സ്കിന്ന് കളയണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് വേണ്ടി വരും. അതിൻ്റെ 1/3 സമയം മാത്രമേ ഇനി ക്ലീൻ ചെയ്യാൻ വേണ്ടൂ. ഒരു 6.25 മിനിറ്റിൽ ഏകദേശം 6.25 മിനിറ്റ് വേണ്ടി വരും. ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്ക് വേണ്ട ചേരുവകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇത് 4ആയി കീറിയിട്ട് എടുക്കുക. ഇതിൻ്റെ ചുണങ്ങ് പെട്ടെന്ന് കളയാം. അല്ലാണ്ട് ഇത് ഇങ്ങനെയും കളയാൻ പറ്റും, കീറിയിട്ടും കളയാം. കീറിയിട്ട് കളയുന്ന എനിക്കിപ്പോൾ ക്യാമറ കയ്യിലുള്ളതുകൊണ്ട് കീറി കാണിക്കാൻ പറ്റില്ല, പെട്ടെന്നാവും. നമുക്ക് ഒരു 1/3 സമയം മാത്രം മതി. ഇങ്ങനെ ശരിക്കും ചുണങ്ങുന്നതിൻ്റെതാണ്ട 4ആയി കീറണം. ഇനി തണുക്കുമ്പോൾ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. ഒരു 10-12 അരി വെളുത്തുള്ളി എടുത്തിന്. കുറച്ച് ചെറിയ ഉള്ളി ഒരു 10-14 ഉണ്ടെന്ന് തോന്നുന്നു. കാന്താരീൻ്റെ അളവ് നമുക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് ഞാൻ അതിൻ്റെ പകുതിയെ ചേർക്കുന്നുള്ളൂ. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. നമ്മുടെ ചക്കക്കുരു എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചു. നമ്മൾ ഈ ചക്കക്കുരു ചള്ള് ചക്കേൻ്റെ കുരുവായിരുന്നു. ഞാൻ കുറച്ച് ഇഞ്ചിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് ഗ്യാസിൻ്റെ എല്ലാം പ്രശ്നമുള്ളവർക്ക്. അല്ലെങ്കിൽ ഇഞ്ചി ചേർക്കണമെന്നില്ല. ഞാനിതിന് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്തു. ഉപ്പ് കുറച്ച് എനിക്കെല്ലാം നല്ലോണം വേണം, അതുകൊണ്ട് അങ്ങനെ ചേർത്തതാണ്. എന്നിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണിൽ കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നു. കടുകിട്ട് കൊടുത്ത്. ഈ ചക്കക്കുരുവിനെല്ലാം നല്ല വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഇട്ടേണ്ടത് വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒട്ടിന് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചതച്ച കാന്താരിയും വെളുത്തുള്ളിയും ചേർത്ത്. ചതച്ച കാന്താരി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്ത്. 2 ചെറിയ ഉണക്കമുളകും ഉള്ളിയെല്ലാം പാകത്തിന് വഴങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, എരിവുണ്ടാവും. കാന്താരിൻ്റെ എല്ലാം മണം അടിച്ച് വരുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു കളർ വേണ്ട. ചേർത്ത് കൊടുത്തു. ഇനി ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇതിന് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഇങ്ങനെ അധികം യോജിപ്പിക്കാനില്ല. കൈ കൊണ്ട് തടയുമ്പോൾ പൊടിഞ്ഞ് പോകുന്നതുകൊണ്ട് ഇനി കുറച്ച് വെള്ളം കുടയുന്നുണ്ട്. ഇത്രയും വെള്ളം, ഒരു 3-4 സ്പൂണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വേവിക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം.
ചെറുതായിട്ട് വെള്ളം കൂടി വന്നാൽ തേങ്ങ അതിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇടാതെ നല്ല ടേസ്റ്റാണ്. കുറച്ച് കുരുമുളകും ജീരകവും കൂടി പൊടിച്ചത് ചേർക്കുന്നുണ്ട്. കുറച്ച് എരിവ് നല്ലോണം ഉണ്ട് ഇതിന്, എന്നാലും ചേർത്ത് കൊടുത്തു. നമ്മുടെ ചക്കക്കുരു ഇവിടെ റെഡിയായി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ആക്കിയാൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക.